വഞ്ചിയൂരിൽ റോഡ് തടഞ്ഞ് CPM സമ്മേളനം നടത്തിയതിനെ ന്യായീകരിച്ച് പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. എല്ലാവരും കൂടി കാറിൽ പോകേണ്ട കാര്യമുണ്ടോ? നടന്നു പോയാൽ പോരെ എന്നാണ് വാദം. കാറിൽ പോകാൻ അവകാശമുള്ളതുപോലെ ജാഥ നടത്താനും പാവപ്പെട്ടവർക്ക് അവകാശമുണ്ടെന്നും A. വിജയരാഘവൻ പറയുന്നു. ഒന്ന് കേൾക്കാം. പൊതുയോഗം വെച്ചു. കാറ് പോവാത്ത റോട്ടിൽ സ്റ്റേജ് കെട്ടി കുടുങ്ങിയില്ലേ മനുഷ്യൻ? ഏതോ റോട്ടൊക്കെ സ്റ്റേജ് കെട്ടിയാ തുടങ്ങിയില്ലേ? അപ്പോഴേക്കും മറ്റേ കേസ് സുപ്രീം കോടതിയിലേക്ക് എന്തിനും ഇവിടെ ലോക്കൽ സമ്മേളനത്തിന്റെ പൊതുയോഗത്തിന് സ്റ്റേജ് കെട്ടി സുപ്രീം കോടതിയിൽ പോയി കേസ് എടുക്കുക. എന്താ കാര്യം? അങ്ങനെയൊക്കെയാണ്. വലിയ പബ്ലിസിറ്റി കിട്ടും. എന്തൊരു ട്രാഫിക് ജാം. അല്ലെങ്കിൽ ഇവിടെ ട്രാഫിക് ജാം ഉണ്ടായില്ലേ? ഇപ്പൊ ഇന്ന് ഇവിടെ ഒരു ട്രാഫിക് ജാം ഉണ്ട് നമ്മളെ പൊതുയോഗത്തിന് നിന്ന്. അല്ലെങ്കിൽ കേച്ചേരിയിൽ ട്രാഫിക് ജാം ഇല്ലേ? എന്ത് ഞാൻ ഇതിനെ പോകണ്ട്. ഞാൻ ഇടയ്ക്കാണല്ലോ 10 മനുഷ്യൻ എത്ര സ്ഥലം പോരെ? 10 കാർ പോകാൻ എത്ര സ്ഥലം വേണമെന്ന് ആലോചിച്ച് നോക്കിയേ. അത് ആരും പറയുന്നില്ല. ഇവരെല്ലാവരും കൂടി കാർ പോകേണ്ട കാര്യമുണ്ട്. നടന്നു പോയപ്പോഴും എന്താ പണ്ടൊക്കെ നമ്മൾ നടന്നു പോയില്ലേ? ഇത്ര കാർ വേണമെന്ന് നിങ്ങൾ ആരെയും ചോദിക്കില്ല. ആരും ചോദിക്കില്ലല്ലോ. എന്നാ ഇത്ര വലിയ കാർ വേണോ? അത് വേണം. എന്നൊരു കുഞ്ഞു കാർ പോയപ്പോഴും പിന്നെ ഏറ്റവും വലിയ കാറ് പോകുമ്പോ അത്രയും സ്ഥലം പോവല്ലേ? 25 കാർ ഇങ്ങനെ കിടക്കുമ്പോ നിങ്ങൾ ആലോചിക്കേണ്ട എന്താ? 25 കാർ കിടക്കുന്നു എന്നല്ല, 25 ആളെ ഉള്ളൂ എന്നാ. മനസ്സിലായി? ആ കാറിലാരാ മെല്ലെ അങ്ങനെ ഉരുട്ടി പോണ്ടാവും. അമ്മായിമ്മേനെ കാണാൻ പോകും. ഞായറാഴ്ച തിരക്ക് കൂടുതലാ. കാറൊക്കെ എടുത്തിന് അമ്മായിമ്മേന്റെ വീട്ടിക്ക് പോകുക. അങ്ങനെ വർത്തമാനം പറഞ്ഞിങ്ങനെ വർത്തമാനം പറഞ്ഞു ശല്ലഭിച്ചു. അത്യാവശ്യത്തിന്റെ പോക്കയിൽ വളരെ കുറവായിരിക്കും. ഞാനതിനെതിരൊന്നുമില്ല. കാറുള്ളോ കാറ് പോയിക്കോട്ടെ. അപ്പോ കാറുള്ളോൻ കാറ് പോകുന്നത് പോലെ തന്നെ പാവങ്ങൾക്ക് ഒരു ജാഥ നടത്താനുള്ള സ്വാതന്ത്ര്യം അനുഭവിച്ചു തരണമെന്ന് വളരെ വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ എപ്പോഴും പറയും, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നത്. പൊതുയോഗത്തിലായിരുന്നു വിജയരാഘവന്റെ പ്രതികരണം. MS ലിഷോയ് ചേരുന്നുണ്ട്. ലിഷോയ്, അവിടെ കുന്നംകുളം ഏരിയ സമ്മേളനം നടക്കുമ്പോൾ അവിടെ പ്രവർത്തകരെ ഒരുപക്ഷെ പ്രവർത്തകരുടെ മുന്നിൽ A. വിജയരാഘവൻ അവതരിപ്പിച്ച ഒരു തൊടുന്യായം എന്ന് പറഞ്ഞാൽ പോരാ, ന്യായീകരണം എന്ന് പറഞ്ഞാൽ പോരാ, ഇത് ഒരു തരത്തിൽ പാർട്ടി പ്രവർത്തകരെ വീണ്ടും ഇത്തരത്തിലുള്ള വഴിതടയൽ പരിപാടികളുമായി മുന്നോട്ട് പോകാനുള്ള ആഹ്വാനമാണ് വിജയരാഘവൻ നൽകിയത്. അങ്ങനെയല്ലേ ഇത് കേട്ടാൽ തോന്നുക? തീർച്ചയായും എപ്പോഴും പ്രസംഗങ്ങളിലൂടെ വിവാദം ഉണ്ടാക്കുന്ന ഒരാളായി തന്നെയാണ് A. വിജയരാഘവനെ പലപ്പോഴും കാണാറുള്ളത്. നമ്മൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ കണ്ടതാണ്. പക്ഷേ ഇത്തവണ ഈ കോടതി പോലും വടിയെടുത്ത സംഭവത്തിലാണ് ഇപ്പോൾ A. വിജയരാഘവൻ പാർട്ടി പ്രവർത്തകർക്ക് മുന്നിൽ ഇത്തരം ഒരു പ്രസംഗം നടത്തിയിരിക്കുന്നത്. കേച്ചേരിയിൽ നടന്ന കുന്നംകുളം ഏരിയ സമ്മേളനം ഇന്നലെയാണ് ഈ പ്രസംഗം നടന്നത്. ഇന്നലെ വൈകുന്നേരമാണ് ഈ ഒരു പ്രസംഗം നടക്കുന്നത്. ഇന്നലെ വൈകുന്നേരം ഈ പാർട്ടി പ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ തങ്ങൾ ഈ നിൽക്കുന്ന ഈ കേച്ചേരിയിൽ എന്താ ഇന്ന് സമ്മേളനം നടക്കുന്നത് കൊണ്ട് മാത്രമാണോ ബ്ലോക്ക് ഉണ്ടാകുന്നത്? കഴിഞ്ഞ ദിവസങ്ങളിലും മുൻപും ഒക്കെ കേച്ചേരിയിൽ ബ്ലോക്ക് ഉണ്ടാകാറില്ല എന്ന് തുടങ്ങിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ ആ ഒരു ശൈലി. അതിന് പുറമെയാണ് പിന്നീട് ഈ വഞ്ചിയൂരിലെ സംഭവത്തിലേക്കൊക്കെ എത്തിയത്. വഞ്ചിയൂരിലെ സംഭവത്തിലേക്ക് എത്തുകയാണെങ്കിൽ ആ റോഡിൽ ഒക്കെ പന്തൽ കെട്ടിയതിന് ന്യായീകരിച്ചുകൊണ്ട് എന്നും പറയാൻ കഴിയില്ല. കാരണം അത് ശരിയാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗമായിരുന്നു A. വിജയരാഘവന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതായത് 25ഓളം കാറുകൾ അവിടെ വെല്ലുവിളിക്കാൻ ഈ നേതാക്കൾക്ക് ഒരു നാണക്കേടുമില്ല എന്നുള്ളത്. മനുഷ്യൻ വണ്ടി വാങ്ങുന്നത് അവനവന്റെ സൗകര്യത്തിനാണ്. റോഡ് ടാക്സ് കൊടുത്തിട്ടാണ് റോഡിൽ വണ്ടി ഇറക്കുന്നത്. അവിടെ കാറിൽ പോകണോ, അമ്മായിയുടെ വീട്ടിൽ പോകണോ, അമ്മായിയപ്പന്റെ വീട്ടിൽ പോകണോ എന്നുള്ളതൊക്കെ അവനവന്റെ തീരുമാനമല്ലേ? രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ AKG സെന്ററിൽ പോയിട്ട് എനിക്ക് ഇവിടെ പോകണം, എന്റെ വണ്ടിയിൽ ഒരാളെ ഉണ്ടാവുള്ളൂ എന്ന് എഴുതി കൊടുത്തിട്ട് വേണോ മനുഷ്യൻ വണ്ടി ഇറക്കാൻ? തീർച്ചയായും അത് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും വണ്ടി വാങ്ങുന്നത്. അതിപ്പോൾ കാർ എത്ര 7 സീറ്റർ ആയാലും അതുപോലെ തന്നെ 5 സീറ്റർ ആയാലും ഏത് കാർ വാങ്ങിയാലും അതിൽ എത്ര പേർ പോകണം എന്നുള്ളത് നമ്മളുടെ ഒരു അവകാശമാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ ജാഥ നടത്താനുള്ള അവകാശം റോഡിൽ ഉണ്ട് എന്ന് സ്ഥാപിക്കുമ്പോൾ, റോഡിൽ ഈ സ്റ്റേജ് കെട്ടാനുള്ള അവകാശം ഉണ്ട് എന്ന് സ്ഥാപിക്കുമ്പോൾ, അതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ ഈ ഇത്തരത്തിൽ റോഡ് ടാക്സ് അടച്ച് റോഡിലൂടെ കൃത്യമായി തടസ്സമില്ലാതെ യാത്ര ചെയ്യണം എന്നുള്ളൊരു അവകാശവും. പക്ഷേ ഇവിടെ പറയുന്നത് അത്തരത്തിൽ റോഡിലൂടെ സഞ്ചരിക്കാനുള്ള അവകാശം പോലെ തന്നെയാണ് ഞങ്ങൾക്ക് റോഡിൽ ഇത്തരം കാര്യങ്ങൾ, അതായത് ഈ സമ്മേളനം നടത്താനും ജാഥ നടത്താനും ഒക്കെ ഉള്ള അവകാശം എന്നുള്ളത് തന്നെയാണ് ഇവിടെ A. വിജയരാഘവൻ സ്ഥാപിച്ചെടുക്കുന്നത്. അത്തരം അവകാശങ്ങളെല്ലാം തന്നെ അതായത് സാധാരണക്കാർക്ക് വേണ്ടിയുള്ള അവരുടെ ഒരു അവകാശമായി തന്നെയാണ് അദ്ദേഹം ഉയർത്തി കാണിക്കുന്നത്. ഈ കാറിൽ പോകുന്നവരെല്ലാം തന്നെ സല്ലപിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഉല്ലസിച്ചുകൊണ്ടും എല്ലാം പോകുന്നവരാണ് എന്നുള്ള ഒരു സ്ഥാപിക്കലാണ് അവിടെ A. വിജയരാഘവൻ നടത്തിയിട്ടുള്ളത്. എന്തായാലും ഇന്നലെ നടന്ന ഈ ഒരു പ്രസംഗം അത് വലിയ തോതിൽ ഈ പാർട്ടി പ്രവർത്തകർക്കുള്ളിൽ തന്നെ ഒരു തെറ്റായ സന്ദേശം നൽകുന്നതാണെന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല. ഈ ഒരു വിഷയത്തിൽ, അതായത് വഞ്ചിയൂരിലെ വിഷയത്തിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഇപ്പോൾ ഈ
CPM സംസ്ഥാന സെക്രട്ടറിക്കെതിരെ വരെ കേസെടുക്കേണ്ട സാഹചര്യം എത്തി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ അംഗത്തിന്റെ ഭാഗത്തുനിന്നും ഇങ്ങനെ ഒരു പ്രസംഗം ഉണ്ടായിരിക്കുന്നത്.